ആ അപ്പം ഉണ്ടാക്കിയ മാവ് എന്ത് മാവാണെന്ന് നിങ്ങൾക്കറിയാം. അതവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, യവത്തപ്പം. നമുക്കെല്ലാം സുപരിചിതമാണ്. ഒരു ബാലന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പം എന്ന് പറയാതെ 5 യവത്തപ്പം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? ഇതൊരു അത്ഭുതകരമായ പ്രയോഗമാണ്. അതിനു പകരം അതൊരു ഗോതമ്പപ്പം ആയിരുന്നെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. കർത്താവിനെല്ലാം സാധ്യമാണ്. പക്ഷേ ഇതൊക്കെ ചുമ്മാ വെറുതെ കൊണ്ടുവന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതല്ല. ഗോതമ്പാണെങ്കിൽ പരിമിതമാ, നിയമത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ലോ ദൈവത്തിന്. ഗോതമ്പ് പരിമിതിയെ കാണിക്കുന്നു. എന്നാൽ യവത്തപ്പം ആയതുകൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട നിറച്ചു കൊടുത്തു. അതാണ് യവത്തിന്റെ പരിമിതിയില്ലാത്ത അനുഭവം. ഉണ്ടോ? അപ്പൊ എത്ര കൃത്യമായിട്ട്